നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത് വാക്യത്തിൽ 2-ാം ഭാഗത്ത് ഇങ്ങനെ ഓർപ്പിക്കുന്നു: ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്നുള്ള വചനമാണ്. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ഏറിയ കാലഘട്ടങ്ങൾ താൻ കടന്നുപോയതായ പരീക്ഷകളുടെയും പരിശോധനകളുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനകളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ മണ്ഡലത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് മാത്രം, ഒരു കേൾവി മാത്രം വെച്ചുകൊണ്ട് താൻ ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമുറപ്പിക്കുവാനും ആ തലങ്ങളിൽ നിൽപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആ നിലകളിൽ അതിനെ വിറ്റ് ജീവിതം മുൻപോട്ട് കഴിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി, നീ സ്വജനത്തെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന പട്ടണത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോക എന്ന് പറഞ്ഞ ആ ഒരു വെളിപ്പാടിൻ്റെ മുൻപിൽ സകലതും വിട്ട് ലക്ഷ്യസ്ഥാനത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ഒരു അബ്രഹാമിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമാനമായി ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കേൾവി മാത്രം കേട്ടിട്ട് ആ കേൾവിയുടെ മുൻപിൽ താൻ കേട്ടറിഞ്ഞ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമുറപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് മുന്നോട്ട് കടന്നു പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിനകത്ത് ആ കഷ്ടതയുടെ കാലത്ത്, ആ വേദനകളുടെ കാലത്ത്, ആ രോഗത്തിൻ്റെ കാലത്ത്, ആ ഒറ്റപ്പെടലിൻ്റെ കാലത്ത് ദൈവസാന്നിധ്യം വ്യക്തമായി അനുഭവിപ്പാനിടയായി തീർന്നിട്ടുമുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ പിൽക്കാലഘട്ടങ്ങളിൽ യഥാർത്ഥമായി താൻ കേട്ടറിഞ്ഞ ദൈവം തൻ്റെ മുൻപിൽ വന്ന് താനുമായി സംസാരിക്കുമ്പോൾ താൻ പറയുന്ന വാക്കാണ് 5-ാമത്തെ വാക്യം: ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള ഒരു കേൾവിയല്ല, യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ കഠിന ശോധനയുടെ നടുവിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ അങ്ങേ എനിക്ക് നേരിൽ കാണുവാൻ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ എല്ലാവരും എന്നെ വിട്ടകന്നു പോയപ്പോൾ അങ്ങൻ്റെ അരികിലേക്ക് കടന്നു വന്ന് എനിക്കങ്ങ് പ്രത്യക്ഷനായതോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്ന ഒരു ഇയ്യോബിൻ്റെ വാക്കുകളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് നാം പറയുകയാണെങ്കിൽ ശിഷ്യന്മാരടക്കമുള്ള യേശുവിൻ്റെ സമകാലികരായ ആളുകളൊക്കെ ദൈവത്തെ വാസ്തവമായി കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29-ാമത് വാക്യമൊക്കെ വായിക്കുമ്പോഴും യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യവർണ്ണനകൾ ആ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ചിന്തകളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടതും ഈ ദൈവവചന ചിന്തയിലൂടെ നാം ഗ്രഹിക്കേണ്ടതും എന്താണെന്ന് ചോദിച്ചാൽ, നാം ന്യായപ്രമാണത്തിലൂടെയും നമ്മുടെ കേൾവിയിലൂടെയുമൊക്കെ നാം തിരിച്ചറിയുന്ന, നാം മനസ്സിലാക്കുന്ന അത്യുന്നതനായ ദൈവം, അവൻ മാത്രം ദൈവമെന്നോർത്ത് ആ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടത, പട്ടിണി, പരിതാപം, വേദനകൾ, ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ ഒക്കെ ജീവിതത്തിൽ വന്നാലും അതിന് കഠിന പരിശോധനയുടെ നടുവിൽ അത്യുന്നതനായ ദൈവം നമ്മെ ഏകനായി വിട്ടിട്ട് പോകാതെ നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മുടെ അരികത്തേക്ക് കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നീ കേട്ടറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവം ഞാനാണെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ മുമ്പിൽ
പ്രത്യക്ഷമായി വെളിപ്പെടുകയും ചെയ്യുന്നൊരു നാളുണ്ട്. ആ ഒരു ദിവസമാകണം നമ്മുടെ പ്രതീക്ഷ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് കേട്ടറിഞ്ഞ ദൈവത്തെ ആഴമായി വിശ്വസിക്കാം. ആ ദൈവത്തെ കണ്ടറിയുവാനുള്ളൊരവസരം ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കഷ്ടതയുടെ കഠിന ശോധനയിൽ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.